നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊന്ന് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനുള്ള ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കോഴി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 400 ഗ്രാമോളം കൊച്ചുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, തേങ്ങാക്കൊത്ത്, സ്പൈസസ് പ്രത്യേകം സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ക്രഷ്ഡ് ചില്ലി, അതാണ് അതിൻ്റെ മെയിൻ സാധനം. ക്രഷ്ഡ് ചില്ലി ഒരു 50 ഗ്രാമോളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അടുപ്പിൽ നമ്മൾ ആദ്യം ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഉരുളി ചൂടായി നമുക്കിനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ടിട്ട് നമുക്കിതിൻ്റെ മസാല ആദ്യം തയ്യാറാക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായി നമുക്ക് ആദ്യം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിൽ നമുക്കൊരു 5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഹോൾ സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മൊത്തത്തിൽ അങ്ങോട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ച കൊച്ചുള്ളി, ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കതിൽ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, തേങ്ങാക്കൊത്ത്, ചതച്ച് വച്ചേക്കുന്ന വറ്റൽമുളക്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ മെയിൻ സാധനം ക്രഷ്ഡ് ചില്ലിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ അത് ആ മുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിനി മഞ്ഞൾപ്പൊടി വിരവി വെച്ചേക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി വാഷ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ, മഞ്ഞൾപ്പൊടി വിരവി വാഷ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ആവശ്യമുള്ള ഉപ്പ്. ഇനി ചിക്കൻ ഒരു 20 മിനിറ്റ് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ഒരു മസാല കൂടെ തയ്യാറാക്കി അതിൽ ചേർക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തുകൊണ്ട് വരേണ്ടതായിട്ടുണ്ട്. നമുക്ക് അത് നോക്കാം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ഇത് കളറിന് വേണ്ടി മാത്രമാണ്. 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 10 കൊച്ചുള്ളി. ഇത് ഇത്രയും നമുക്ക് ചെറുതായിട്ട് വെള്ളമൊഴിച്ച് കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരാം. നമുക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കാം. അത്യാവശ്യം വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ആ അരച്ചു കൊണ്ടുവന്ന അരപ്പ് കൂടെ ഇതിലിട്ട് നല്ല വൃത്തിയായി ഇളക്കി ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി അരച്ചു കൊണ്ടുവന്ന ഈ അരപ്പ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരല്പം പച്ച കറിവേപ്പില അതിൻ്റെ മേളിലിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി. അങ്ങനെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ലേശം വെള്ളം ഉണ്ടായിരുന്നത് ഉരുളി തുറന്ന് വെച്ച് നല്ല രീതിയിൽ കിണ്ടി അതിൽ വെള്ളത്തിൻ്റെ അംശമെല്ലാം കളഞ്ഞ് നല്ല ഡ്രൈ ആക്കി
നല്ല ഡ്രൈയും സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടമാണിത്. നമുക്കിനി ഇതിനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ നല്ല ഡ്രൈയും സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളും ചെയ്തു നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.